everybody, welcome back to our English class. So, I'm Miss Anna. Yes, you know that. So, there is point anyway in the exam important title chapter The Little Girl and the Umbrella. That's very important title. Important title conversation. Okay, Lily Kutile, Madana വിഷമിച്ചിരിക്കുന്ന നമ്മുടെ ലില്ലിക്കുട്ടി എന്താണ് വരാന്തയിൽ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്തു അവിടെയൊക്കെ നനഞ്ഞ സമയത്ത് അവളുടെ ടീച്ചർ എന്ത് ചെയ്യണം അവളെ വഴക്ക് പറയാണ് അങ്ങനെ വഴക്ക് പറഞ്ഞതിന് ശേഷം എന്താണ് ക്ലാസ്സിന് പുറത്തേക്ക് എന്ത് ചെയ്തു അവളെ പറഞ്ഞയച്ചു അല്ലെ ക്ലാസ് പുറത്തേക്ക് നിന്ന് വിഷമിച്ചിരിക്കുന്ന കണ്ണിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് കണ്ണുനീർ ഇറ്റി വീഴുന്നുണ്ട് നമ്മുടെ ലില്ലിക്കുട്ടിയുടെ അത് കണ്ട് നമുക്കറിയാം നമ്മുടെ ഗ്രേസി എന്ത് ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ അങ്ങനെ കിക്കിന്ന് പറഞ്ഞ് ചിരിച്ചിട്ടുണ്ട് അല്ലെ കളിയാക്കി ചിരിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്കറിയാം അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ പാഠം നിൽക്കുന്നത് എവിടെയാണ് ലില്ലി വാസ് ഫീലിംഗ് വെരി സാഡ് അല്ലെ നമ്മുടെ ലില്ലി എന്താണ് ഭയങ്കര വിഷമിച്ച് കരങ്ങി വിഷമിച്ച് നനങ്ങി നിൽക്കുന്ന അവിടെയാണ് നമ്മുടെ പാഠം എന്ത് ചെയ്യുന്നത് നിൽക്കുന്നത് അപ്പൊ അതിനുശേഷം ആക്ച്വലി നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ട ചോദ്യം എന്ന് പറഞ്ഞാൽ ലില്ലി അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ലില്ലിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മായ ടീച്ചർ അല്ലെങ്കിൽ ലത ടീച്ചർ അല്ലെങ്കിൽ ഒരു ആശ ടീച്ചർ അല്ലെങ്കിൽ ഞാൻ ആയിക്കോട്ടെ എന്നെ ആയിക്കോട്ടെ ഓക്കെ അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ സ്വന്തം അനു മിസ് ഓക്കെ അല്ലെങ്കിൽ അൻവറ മിസ് എന്താണ് അങ്ങനെ നടന്നു വരുന്നു അപ്പോൾ അവരെന്ത് ചെയ്യാണ് ലില്ലിയെ കാണുന്ന സമയത്ത് എന്തായിരിക്കും ഇവർ തമ്മിലുള്ള സംഭാഷണം ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സംസാരിക്കാനുണ്ടാവുക ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ എഴുതേണ്ടത് ഓക്കെ നോക്കി ഇവിടെ നമ്മൾ ആദ്യം തന്നെ മിസ് എപ്പോഴും പറയാറുണ്ട് നമ്മുടെ സംഭാഷണം എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അത് എഴുതുന്ന സമയത്ത് എന്താണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് എപ്പോഴും നമ്മൾ എന്തിനു തുടങ്ങണോ വി ഷുഡ് ബിഗിൻ വിത്ത് എ ഗ്രീറ്റിംഗ് അത് മിസ് എപ്പോഴും പറഞ്ഞ കാര്യമാണ് നമ്മൾ എങ്ങനെ നോക്കണ്ടേ ഒരു ഗ്രീറ്റിംഗ് ഒരു ഹായ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഹൗ ആർ യു ഹൗ ഡു യു സംതിങ് എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു ഹായ് എങ്കിലും മതി ഓക്കെ അപ്പൊ ഒരു ഗ്രീറ്റിംഗോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും ഒരു കൺവെർസേഷൻ നമ്മൾ തുടങ്ങണം അതല്ല നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾറെഡി ഫസ്റ്റ് ഡയലോഗ് തന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് യു ഡോണ്ട് വാണ്ട് ടു മേക്ക് എന്താണ് ഒരു എക്സ്ട്രാ ഗ്രീറ്റിംഗ് കൊടുക്കേണ്ട അപ്പൊ കൊടുക്കാതെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരാതെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മാത്രം തന്നിട്ടാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞതെങ്കിൽ യു പീപ്പിൾ ഹാഡ് ടു ബിഗിൻ വിത്ത് എന്താണ് എ ഗ്രീറ്റിംഗ് ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഞാൻ മായ എന്നിട്ട് പേര് കൊടുത്ത് തൽക്കാലം ഞാൻ SP ആവണ്ട വിചാരിച്ച് എനിക്ക് ശരിക്കും എന്റെ പേര് കൊടുക്കണം എന്നുണ്ടായിരുന്നു നിങ്ങൾ വിചാരിക്കില്ല അൻവറ മിസ് എമ്മാരി SP സ്വയം പൊങ്ങി വിചാരിക്കില്ല അതുകൊണ്ട് ഐ ഡിഡ് നോട്ട് ഗിവ് ഓക്കെ സോ ഇവിടെ നോക്കുക നിങ്ങളെ മായ മിസ് ഓക്കെ മായ മിസ് എന്താ പറയുന്നത് ഹലോ ലില്ലി യെസ് അപ്പൊ ഹലോ എന്നാണ് ലില്ലിയെ കണ്ടപ്പോ മിസ് പറയാണ് ഹലോ ലില്ലി അപ്പൊ ലില്ലി എന്താ പറയുന്നത് തിരിച്ചു എന്ത് പറയണം ഗ്രീറ്റിംഗോട് കൂടി തന്നെ തിരിച്ച് നമ്മൾ മറുപടിയും പറയണം അപ്പൊ തിരിച്ച് എന്താ ലില്ലി പറഞ്ഞു ഹലോ മാം അല്ലെ ലില്ലി മറുപടി പറഞ്ഞു അപ്പൊ നോക്കൂ ഇവിടെ മായ മിസ് അടുത്തത് എന്തായിരിക്കും ചോദിക്കുന്നത് വൈ ആർ യു ക്രൈങ് ഡിയർ ഒബ്വിയസ്ലി നമ്മുടെ ഒരു സ്റ്റുഡന്റ് എന്താണ് കരങ്ങി ഓടിക്കുന്ന സമയത്ത് നമ്മൾ കരങ്ങി കാണുന്ന സമയത്ത് നമ്മൾ കണ്ണിൽ വെള്ളമൊക്കെ നിറങ്ങി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇനിയിപ്പോ കുറച്ച് വിഷമിച്ച് നിൽക്കുന്ന മുഖമായാലും ഒബ്വിയസ്ലി ടീച്ചേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ഒക്കെ നമ്മൾ ഫസ്റ്റ് എന്തിനു ചോദിക്കണോ നമ്മൾ ചോദിക്കേണ്ടത് എന്താണോ കരയുന്നത് അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻ ടു ഇസ് ദർ സംതിങ് പ്രോബ്ലം അതേപോലെ നമ്മൾ മായ മിസ് എന്താ ചോദിക്കുന്ന ലില്ലിയോട് ലില്ലി വൈ ആർ യു ക്രൈങ് ഡിയർ വൈ ആർ യു ക്രൈങ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ് എന്തുകൊണ്ടാണ് മിസ് എപ്പോഴും പറയാറുണ്ട് നമ്മളെ WH ക്വസ്റ്റ്യൻ വേർഡ്സ് ഒക്കെ ശരിക്കും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട പ്രായമായി അപ്പൊ വൈ എന്ന് പറഞ്ഞാൽ എന്താണ് എന്തുകൊണ്ടാണ് വൈ ആർ യു ക്രൈങ് ഡിയർ എന്തിനാണ് കരയുന്നത് അപ്പൊ ലില്ലി എന്ത് പറയും ഐ ഗോട്ട് പണിഷ്ഡ് ബൈ ടീച്ചർ ഐ ഗോട്ട് പണിഷ്ഡ് ബൈ മൈ ടീച്ചർ എന്ന് എഴുതാം ഇവിടെ നോക്ക് നമുക്ക് ഇവിടെ മൈ എന്ന് ചേർക്കട്ടെ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയിക്കോട്ടെ ഐ ഗോട്ട് പണിഷ്ഡ് ബൈ മൈ ടീച്ചർ I got wet, ma'am. എന്താ പറയുന്നത് I got wet. ഞാൻ ആകെ എന്തായി പോയി ഞാൻ നനഞ്ഞു പോയിട്ടുണ്ട് I hadn't umbrella with me, so I got wet. Teacher scolded me. അപ്പൊ എന്റെ കയ്യിൽ എന്തില്ലായിരുന്നു ആക്ച്വലി എന്റെ കയ്യിൽ മിസ് കൊട ഇല്ലായിരുന്നു അപ്പൊ ഞാൻ സ്കൂളിലേക്ക് വന്ന സമയത്ത് എന്താണ് ഞാൻ ആകെ നനഞ്ഞു പോയിട്ടുണ്ട് നനഞ്ഞു പോയ സമയത്ത് ക്ലാസ് റൂമിൽ വന്ന സമയത്ത് എന്താണ് ഞാൻ നനഞ്ഞത് കൊണ്ട് അവിടെ മുഴുവൻ എന്തായി വെള്ളമായി അപ്പൊ ആരെന്നെ ചീത്ത പറഞ്ഞു മൈ ടീച്ചർ ഷീ സ്കോൾഡഡ് മീ സ്കോൾഡഡ് എന്ന് പറഞ്ഞാൽ എന്താ വഴക്ക് പറയാല്ലേ അപ്പൊ എന്താണ് മൈ ടീച്ചർ ഷീ സ്കോൾഡഡ് മീ എന്ന് എന്ത് ചെയ്തു എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നോക്കി നിങ്ങള് മായ മിസ് പറയാണ് ഇറ്റ്സ് ഓക്കേ യു ഡോണ്ട് ക്രൈ ഇറ്റ്സ് എ മാറ്റർ ഓഫ് എൻ അംബ്രല്ല ജസ്റ്റ് എന്താണ് ഇത് ജസ്റ്റ് ഒരു കൊടയുടെ വിഷയമല്ലേ ഉള്ളൂ യു ഡോണ്ട് ക്രൈ മാൻ കരയേണ്ട ഇറ്റ്സ് എ മാറ്റർ ഓഫ് അംബ്രല്ല അതൊരു കൊടയുടെ വിഷയമാണ് അപ്പൊ ലില്ലി പറയുന്നത് എന്താ മാം വെൻ ഐ വാസ് സ്കോൾഡഡ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഫ്രണ്ട്സ് ഐ ഫെൽ വെരി സാഡ് ഓക്കെ അപ്പോൾ ലില്ലി എന്താ പറയുന്നത് വെൻ ഐ വാസ് സ്കോൾഡഡ് ഇൻ ഫ്രണ്ട് ഓഫ് നോക്കൂ ഇവിടെ പാസീവ് ആയിട്ടാ പറയുന്നത് എന്നെ എന്റെ കൂട്ടുകാരൻ മുന്നിൽ വെച്ചിട്ട്
വിളിച്ച് വഴക്ക് പറഞ്ഞ സമയത്ത് ഒബ്വിയസ്ലി നമുക്കായാലും എന്ത് വരും, വിഷമം വരില്ലേ, എത്ര ചീത്ത കേട്ടുക്കുന്ന അങ്ങനെയൊക്കെ. അപ്പോൾ എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് ചീത്ത പറഞ്ഞ സമയത്ത്, വഴക്ക് പറഞ്ഞ സമയത്ത് ഐ വാസ് ഫീലിംഗ് വെരി സാഡ്, അല്ലെങ്കിൽ ഐ ഫെൽറ്റ് വെരി സാഡ്. എനിക്ക് എന്താണ് ഐ ഫെൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് ഫീൽ ചെയ്തു അല്ലെ, ഐ ഫെൽറ്റ് എന്താണ് വെരി സാഡ്, എനിക്ക് ഒത്തിരി വിഷമായി എന്നാ പറയുന്നത്. അപ്പൊ മിസ് എന്ത് പറയും, ഒബ്വിയസ്ലി നല്ലൊരു ടീച്ചറാണ്, എന്ത് പറയണം, നെവർ മൈൻഡ് ദാറ്റ് ചൈൽഡ്, ഇനി അത് മൈൻഡ് ചെയ്യണ്ട, യു ഡോണ്ട് മൈൻഡ് ദാറ്റ് എഴുതാം നിങ്ങൾക്ക്, യു ലീവ് ദാറ്റ് എന്ന് എഴുതാം നിങ്ങൾക്ക്, നെവർ മൈൻഡ് എഴുതാം. ഓക്കെ, ഇനി അത് മൈൻഡ് ചെയ്യണ്ട, നീ അത് ശ്രദ്ധിക്കണ്ട, നീ അത് വിട്ടേക്ക് കുട്ടി, ഇത് എന്ത് ചെയ്യാം, നമ്മൾ പറയില്ലേ മലയാളത്തില്, നീ അതൊക്കെ വിട്ടേക്ക് കുട്ടി, നീ അത് വിട്ട് കളാം. സോ നമുക്ക് എന്ത് ചെയ്ത് ഇംഗ്ലീഷില് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലീവ് ദാറ്റ് എന്ന് എഴുതാം, ഡോണ്ട് മൈൻഡ് എഴുതാം, അല്ലെങ്കിൽ നെവർ മൈൻഡ് എഴുതാം. നോക്കൂ അടുത്തത്, യു നോ യു ഡിഡ്ന്റ് ഡു എനി റോങ്, യു നോ ദാറ്റ് എന്താണ്, യു ഡിഡ് നോട്ട് ഡു എനിത്തിങ് റോങ്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് എന്താണ് നിനക്കറിയാം. സോ നോ നീഡ് ടു വറി, വി വിൽ അറേഞ്ച് an umbrella for the next day. നോക്കൂ ഇവിടെ ഫോർ ദി നെക്സ്റ്റ് ഡേ എന്നാണ് നമ്മൾ എഴുതേണ്ടത്, ഫോർ ദി നെക്സ്റ്റ് ഡേ. അപ്പൊ അടുത്ത ദിവസത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു അംബ്രല്ല നമുക്ക് എന്ത് ചെയ്യാം, അത് ശരിയാക്കാം. ഓക്കെ എന്ന് പറയാണ് ആര്, നമ്മുടെ മിസ് അല്ലേ. അപ്പൊ ഒബ്വിയസ്ലി മറ്റൊരാൾ നമുക്കൊരു ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് നമ്മുടെ ഒരു ഫേവർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് പറയും, നെക്സ്റ്റ് ഡയലോഗ് എന്തായിരിക്കും, വി ഷുഡ് സേ, അല്ലെങ്കിൽ വി ഷുഡ് ഷോ അവർ ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ, നന്ദി അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത സെന്റൻസ് എന്തായിരിക്കും, നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കും, നമ്മുടെ നന്ദി ആയിരിക്കണം. അപ്പൊ ഇവിടെ നോക്കി എന്താ പറയാ, ഒബ്വിയസ്ലി നമ്മൾ എന്ത് പറയും, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച് അല്ലേ. സോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ചോദ്യം വന്നാൽ എങ്ങനെയാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഇവിടെ പഠിച്ചല്ലോ. അപ്പൊ നമ്മുടെ ലിറ്റിൽ ഗേൾ ആൻഡ് ദി അംബ്രല്ല എന്നുള്ള ചാപ്റ്ററിൽ നിന്നും ഈ ഒരു സംഭാഷണം മാത്രമല്ല നമുക്ക് പഠിക്കാനുള്ളത്, ഇനിയും എന്തുണ്ട്, ഇതേപോലുള്ള കൺവെർസേഷൻസ് പഠിക്കാനുണ്ട്. സോ ആ കൺവെർസേഷൻസുമായിട്ട് I will be back with a new video. Till that you please share, don't forget to share this video to your friends, and also be with your Anvara Miss, be with Xylem, we will and study together. So thank you so much.